and welcome to Comedy Master. Hi Shweta Chichi. Hello guys. Thank you so much. ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടം ടീമിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. It's World of Whistlers. നമുക്ക് ഇവിടെ ഒരു വിസിലടി ഫീം ഉണ്ട്. അഖില ഒന്ന് വിസിലടിച്ചേക്കലേ. സൂപ്പർ. ഞാനേ ഒരു രസകരമായ ഒരു ടോക്ക് നമുക്കിവിടെ ചെയ്യാം. ഒരു വർത്താനം. സംഭവം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരവസ്ഥ വരികയാണ്. ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയും കൊണ്ട് നമ്മൾ നാട് വിടുകയെന്നിരിക്കട്ടെ. എങ്കിൽ എങ്ങോട്ട് പോകും, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകും? ഇതാണ് എന്റെ ടോപ്പിക്. ശ്വേത ചേച്ചിയോട് നമുക്ക് ആദ്യം ചോദിക്കാം. ഈശ്വര, ശ്വേത ചേച്ചി, പെട്ടെന്ന് നാട് വിടുന്ന അവസ്ഥയാണ്. വളരെ പെട്ടെന്ന് വിടണം, ഇല്ലെങ്കിൽ സീനാണ്. ഓടിപ്പോവാണോ ആരെങ്കിലും? അതെ അതെ അതെ. നിന്ന് പറ്റൂ. പെട്ടിയിൽ എന്തൊക്കെ എടുത്തിടും? എന്തായാലും അണ്ടർ ഗാർമെന്റ്സ് വേണം, കുറച്ച് ടീഷർട്ട്സ് വേണം, 1-2 പാൻസിൽ ഞാൻ മാനേജ് ചെയ്യാം. ഗ്ലാസ്, ഒരു കണ്ണാട വേണം, അത് നിർബന്ധമാണ്. പിന്നെ വായിക്കാനുള്ള കണ്ണാട വേണം. പിന്നെ ഫുൾ പ്രിപ്പയർഡ് ആണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, പിന്നെ കുറച്ച് ചില്ലറ ഉണ്ടാവും. ഇപ്പൊ വരും ആൾക്കാരെ തല്ലിക്കൊല്ലാൻ. പിന്നെ എന്തായാലും ഒരു ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും ലിപ് ബാം അല്ലെങ്കിൽ വാസ്ലീൻ എടുക്കും. പിന്നെ ഒരു ചെരുപ്പ്, ഒരു ഷൂ എടുക്കും. ഒളിച്ചോടുന്ന ടൂറിനു ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. പിന്നെ അവര് സപ്പോസ് ഇത് വരണെങ്കിൽ ഞാൻ മാസ്ക് ഇട്ടിട്ട് അവര് കാണും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ മുമ്പിൽ തന്നെ പോകും. എങ്ങോട്ട് ഞാൻ ആരോടും പറയൂല, ഞാൻ നിങ്ങളോടും പറയൂ. ഇതെല്ലാം എടുക്കും. പിന്നെ ഒരു മേക്കപ്പ് മാൻ, ഒരു ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂമറും, ഒരു ഡ്രൈവർ വന്നു. എങ്കിൽ നമുക്കിനി വെഞ്ഞാറമൂടിലേക്ക് പോവാം. അവിടെയാണ് അടുത്ത് നമുക്ക് ഒളിച്ചോടാൻ പോകുന്ന വ്യക്തിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. നോബിചേട്ടാ, ഒന്നും എടുക്കൂല. 2 കൈലി രാവിലെ ഈസി ആയിട്ട് എടുക്കും. എങ്ങോട്ട് പോകും? പിന്നെ 3 ദിവസത്തെ ഊണിന്റെ പൈസ, 3 ദിവസത്തെ അതാണ് കണക്ക്. 3 ദിവസത്തെ ഫുഡിന്റെ പൈസ. 4 വീട്ടിൽ തിരിച്ചു വരും. വീട്ടില് കിഴങ്ങ് മീനും ഇല്ലാതെ എനിക്ക് ഉറക്കം. എങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസ്? ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ പാലോട് വരെ പോകും. അവിടെ എന്റെ ഒരു കൂട്ടുകാരനെ വിടണ്ട് കറങ്ങി തിരിച്ച് അടുത്ത ഉച്ചക്കുള്ള ബസ്സിൽ ഞാൻ തിരിച്ചു. ശരി, ശ്രീവിദ്യ. എനിക്ക് പണ്ട് ഡോൺ ആവാൻ വേണ്ടി ധാരാവി പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ പുലിവാൽ കല്യാണമൊക്കെ കണ്ട പിന്നെ വലിയ ഡോൺ ആവാൻ വേണ്ടിട്ട്. അപ്പൊ പോണ വഴിക്ക് ഞാൻ എടുക്കണ സൺസ്ക്രീൻ എടുക്കും. അതെ, വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ സൺസ്ക്രീൻ, ലിപ്സ്റ്റിക് എടുക്കും. സൺസ്ക്രീൻ വേണം. കാര്യം നോട്ടെണ്ണം ഇങ്ങനെ പിടിച്ചിട്ടില്ല. ഡോണല്ലേ. പിന്നെ ഭർത്താവിന് എടുക്കും. ഞാൻ എടുക്കും കേട്ടോ, പ്ലീസ്. പിന്നെ തുണി കഴിവുണ്ടേ. പിന്നെ ഞാൻ ആദ്യം ഒരു 2 ജോഡി കോണ്ടാക്ട് ലെൻസ് എടുക്കും, ഒരു കണ്ണാടി സ്പെയർ. എടാ, ഒരു ലെൻസ് എടുത്താൽ മതി. കള്ളക്കടത്തല്ല, ഒന്നുകൂടെ കെട്ടിയാ മതി. കറച്ച പിന്നെ ഒരു സാധനം എടുക്കും, ഞാൻ പറയൂല. ശരി, അഖിലെ പെട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്ത് പെട്ടെന്ന് നാട് വിടുകയാണെങ്കിൽ ഞാൻ അമേരിക്ക പോകും. എന്നിട്ട് എന്റെ കുറെ കൂട്ടുകാരന്മാരോടെ പാവ ചാടി പോട്ടെ എല്ലാരെയും വിളിച്ചോണ്ട് തിരിച്ചു വരണം. അതിനാണ് ഒളിച്ചോടുന്നത്. അഖിൽ അമേരിക്ക പോവേ. ഞാനാണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഒന്നുമില്ല, കുറച്ച് പൈസയും വീട്ടിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതെടുക്കുക, ഫോണും എടുക്കുക, ചാർജ് എടുക്കുക, നേരെ വിടുക. ബാക്കി എല്ലാം വഴി വെച്ച് കാണും. ഇനി വേൾഡ് ഓഫ് വിസിലേഴ്സ് ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു ചേട്ടൻ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒളിച്ചോടേണ്ടത്. നാളെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാന്നുള്ളത്. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും സ്കിറ്റ് കണ്ടാലോ? അതൊരു നാട് വിട്ടുപോയ അച്ഛന്റെയും മോന്റെയും കഥ. കരച്ചിൽ വരുമോ, ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. റെഡിയാണോ? എങ്കിൽ കാണാം സ്കിറ്റ്. നല്ല ലുക്ക്. ആളില്ലേ? നന്നായിട്ടൊന്ന് ഊതിയാ മതി, ആളിക്കോളും. ഫ്രഷ് കടയിലെ ആളില്ലെന്ന് ചോദിച്ചേ. ഈ അച്ഛൻ കടയും തുറന്നിട്ട് എവിടെ പോയി? അച്ഛാ, അച്ഛൻ എവിടെ പോയതാ? ഞാനൊരു ചായ കുടിക്കാൻ പോയല്ലേ. ചായ ഇവിടെ ഇല്ലേ? ഞാനല്ലേ ഉണ്ടാക്കണത്. നല്ല ചായ കുടിക്കാന്ന് അപ്പുറത്ത് ഗോപാലാട്ടന്റെ വീട് വരെ ഒന്ന് പോയത്. ഹലോ, മറന്നുപോയി. കടക്കാരനാണോ? അതെ. എത്ര രൂപ കടമുണ്ട് ഇപ്പൊ നിലവിൽ? ആ കടക്കാരനല്ല, ഇത് കണ്ടില്ല, ഈ തട്ടുകടയുടെ ഓണർ ഞാനാണ്. അതെ 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 അതെ. എന്തു പറ്റി? എന്റെ തല ഈ കടയിൽ തട്ടി. എന്റെ ചേട്ടാ, ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്താ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ തട്ടുകടാന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാ പോരാ, തട്ടാണ്ട്. അതെ. ചായ ഉണ്ടോ? ചായ ഉണ്ട്. ചായ എടുക്കാം. എന്നൊരു കാപ്പി എടുക്കും. ചായ ഉണ്ടെങ്കിൽ ഒരു കാപ്പി എടുക്കും. അത് ശരി. ആയിക്കോട്ടെ, ഒരു ചായ എടുത്ത മോളെ. ആയിക്കോട്ടെ, എടുക്ക. അതെ, എവിടുന്നാ വരുന്നേ?
അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. അവിടുന്നാണോ വരുന്നത്? അതെ അതെ. ഇനി എന്നാ അങ്ങോട്ട് തിരിച്ചു പോകും? പിന്നെ കൊന്നിട്ട് ചിലപ്പോ ഞാൻ പോകും. കലിപ്പിലാണല്ലോ ചേട്ടൻ. അതെ കലിപ്പിലാണ് അല്ലേ? കുടിച്ചോളൂ. ആവശ്യമില്ലാത്ത അങ്ങനെ ചോദ്യം ചോദിക്കണം. കാപ്പി കുടിച്ചോളൂ. എന്ത് പറ്റി? ഇത് ചായയാണ് കാപ്പിയാണോ? കുടിച്ചിട്ട് എന്താ തോന്നുന്നേ? ഇതൊരു ആവിഞ്ഞ ചൊക ഇതിന്. അപ്പൊ കാപ്പി തന്നെയാ. എന്റെ ചായക്ക് വാട്ടവെള്ളത്തിന്റെ സ്വാദ. കുടിച്ചിട്ട് പോണാവുന്നു കാശ് തരാണ്ട് ഓരോ ഡയലോഗ് അടിച്ചിട്ട്. മിക്കവാറും നിന്നെ ഈ കടയിൽ വെച്ച് ഞാൻ തട്ടും. അപ്പൊ ഇതിന്റെ പേര് കറക്റ്റ് ആവും. എന്ത് പേര്? തട്ടുകട. അത് കറക്റ്റ് അല്ല. വേറെ എന്തൊക്കെ വേണോ ചേട്ടന്? വേറെ എനിക്ക് മനസ്സമാനം വേണം. മനസമാധാനം. അതെ, അതെ, അതെ. എന്റെ ചേട്ടി ഈ മനസമാധാനം എന്ന് പറയുന്ന സാധനം കടയിൽ മേടിക്കാൻ കിട്ടൂല. പിന്നെ? അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് കിട്ടണം. അതായത് കുടുംബമായാൽ ശാന്തിയും സമാധാനവും വേണം. മനസ്സിലായോ? ഈ ശാന്തി കാരണമാണ് എന്റെ സമാധാനം പോയത്. അതെന്താ അത്? 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. പിന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഞാനവളെ അത് ശരി. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അടി ഇടി ബഹളം എന്റെ പൊന്നോ അങ്ങനെ എങ്ങനെയോ ഒരു കൊച്ചുണ്ടായി. അല്ല ഇതിന്റെ ഇടയിൽ എങ്ങനെയാ കൊച്ചു? എന്ന് പറഞ്ഞാ വെറുതെ ചോദിച്ചാ ചേട്ടൻ ബാക്കി പറഞ്ഞോ? അവള് പറയാണേ ആ. അടുത്ത വീട്ടിലെ അമ്മയുടെ കൊച്ചിന് എന്റെ ചായയെന്ന്. എങ്ങനെ? അടുത്ത വീട്ടിലെ അമ്മയുടെ കൊച്ചിന് എന്റെ ചായയാണെന്ന്. ആഹാ. എന്റെ ചായ അയ്യ എന്റെ ചായ അല്ല, ഇയാളെ ചായ എന്നാ പറഞ്ഞത്. കാപ്പി കൊടുത്തില്ല അച്ഛൻ. അച്ഛന് ചായ. ഓ ഈ ചായ. ഈ ചായയോ? ഈ ചായോന്നല്ല, ഈ ചായ എന്ന് പറഞ്ഞതാ. എന്നിട്ട് അതിനുശേഷം ആ. എന്റെ കൊച്ചിന് 10 വയസ്സായപ്പോ ആ വീട്ടിൽ ഞാൻ ഇറങ്ങിപ്പോന്നു. അയ്യോ ഇപ്പൊ അവന് 35 വയസ്സായി കാണും. അയ്യോ. അവന്റെ പേരെന്താ? അപ്പൂട്ടി. നല്ല പേര്. സോപ്പ് പെട്ടി. അപ്പൂട്ടിയല്ല അപ്പൂട്ടി. അപ്പൂട്ടി. അതെ അതെ. അപ്പൊ ചേട്ടന്റെ പേരോ? പരമൂട്ടി. പരമൂട്ടി. നിങ്ങള് മമ്മൂട്ടിയുടെ ആരെങ്കിലും ആണോ? ചേട്ടൻ സാറ്റുമ്പോഴത്തെ ആരെങ്കിലും ആണോ? അല്ല. അല്ല ഈ പ്രാസടിക്കുന്നു ചോദിച്ചു. അല്ല അല്ല അല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ ഒരു വലിക്കാൻ വല്ലതും ബീഡിയോ? ആ ഉണ്ടോ? ബീഡി വലിക്കുന്ന മോള് കണ്ട പ്രശ്നം അവക്ക് ഇഷ്ടല്ല. എന്താ? അവക്ക് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടം. നമുക്ക് മാറി ഇന്ന് വലിക്കാം. അല്ല നല്ലത്. ഒരെണ്ണം. ആ കാശ് 5 രൂപ. ഹലോ, ഒരു ചായ. ചായയില്ലേ? എന്താ പേര്? തട്ടുകട. തട്ടുകട. നല്ല പേര്. ഞാൻ തട്ടൂന്ന് വിളിക്കും. തട്ടുപോളെ. എന്റെ പേരല്ല പറഞ്ഞു, കടയുടെ പേരാ പറഞ്ഞേ. എന്റെ പേരെന്താണോ? അച്ഛാ. അച്ഛൻ. അടിപൊളി പേര്. ഞാൻ അച്ചുന്ന് വിളിക്കും. അച്ചുപോളെ. യോ ഞാൻ അച്ഛനെ വിളിച്ചതാ. തന്റെ പേര് വെച്ചിട്ട് താനെന്താണോ എന്റെ അച്ഛനെ വിളിക്കുന്നത്? ഇവിടെ തന്റെ അച്ഛനല്ല എന്റെ അച്ഛനെ വിളിച്ചതാ. ആരാണോ സ്വന്തം അച്ഛനെ വിളിക്കുന്നത്? അച്ഛാ. ഓ എന്തടി? ഏതൊരു പ്രാന്തം വന്നിട്ട് പോയി നോക്ക്. ഭ്രാന്തനാ? എന്താ? ഒരു ചായ. ഓ ശരി. വേറെന്തെങ്കിലും വേണോ? മധുരം വേണ്ട. മധുരം വേണ്ടേ? ആ. അതെന്ത് പറ്റി? ഞാൻ PSC ലിസ്റ്റിലുള്ള ആളാണ്. അല്ല PSC ലിസ്റ്റ് മധുരം തമ്മിൽ എന്താ ബന്ധം ചേട്ടാ? ആ PSC അല്ല, ആ. ഈ PSC പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ. വേറെന്തെങ്കിലും വേണോ? മനസ്സമാധാനം ഉണ്ടെങ്കിൽ കുറച്ച് വേണം. ശ്ശേ, ഇവിടെ വരുന്ന എല്ലാരും ചോദിക്കുന്നത് മനസമാധാനം വേണം മനസമാധാനം വേണം. ഇത് ആ കളവൻ എന്റെ അടുത്തും ചോദിക്കാൻ മനസമാധാനം വേണമെന്ന്. അതെല്ലേ? ഞാനിത് എവിടുന്ന് കൊടുക്കും ചേട്ടാ? ചേട്ടാ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ ചെറുപ്പത്തിലെ എന്റെ അമ്മനെ എന്നെ ഉപേക്ഷിച്ചിട്ട് എന്റെ അച്ഛൻ നാടുവിട്ട് പോയി. അതിനുശേഷം അമ്മയാണ് എന്നെ വളർത്തിയത്. ഞാൻ വളർന്നു വലുതായി ഒരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ പെണ്ണ് കെട്ടണമല്ലോ. അങ്ങനെ ഞാനും അമ്മയും കൂടി പെണ്ണ് കാണാൻ പോയി. എനിക്ക് ഇഷ്ടാവണ പെണ്ണിനെ അമ്മക്ക് ഇഷ്ടാവില്ല, അമ്മക്ക് ഇഷ്ടാവണ പെണ്ണിനെ എനിക്ക് ഇഷ്ടാവില്ല, എനിക്കും അമ്മക്ക് ഇഷ്ടാവണ പെണ്ണിനെ കൂടെ വന്ന ബ്രോക്കർക്ക് ഇഷ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവസാനം പെണ്ണ് കണ്ട് മടുത്തപ്പോ ഞാൻ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എന്റെ ഇഷ്ടപ്രകാരം എന്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തലേന്ന് ഈ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അയ്യോ. അതോടെ അമ്മ ഒരു ശബ്ദം ചെയ്ത് എന്ത്? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ ഞാൻ കെട്ടാൻ പാടുള്ളൂ. അതിനെന്താ കുഴപ്പം? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ കഴിച്ചാ പോരെ? 3 വർഷമായി ഞാൻ കാത്തിരിക്കുന്നത്. ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അമ്മ ചൂണ്ടിക്കാണിച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന്. അയ്യോ. അമ്മ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ചൂണ്ടിക്കാണിക്കണമെന്ന് മനസ്സിലായപ്പോ ഇന്നലെ രാത്രി ഞാൻ ആ വീട്ടിൽ നിന്ന് ബാഗ് കൊടുത്ത് പുറപ്പെട്ടു പോന്നു. ഇനി ഞാൻ ആ തള്ളയുള്ള കുടുംബത്തോട്ട് ഞാൻ ചെല്ലൂല. നാട് വിട്ടു പോന്നു. മോന്റെ പേരെന്താന്ന് പറഞ്ഞ? അപ്പൂട്ടി. എന്താ? അപ്പൂട്ടി. അപ്പൊ ഇങ്ങേരെ മോനാണ് അത് എന്ന് മനസ്സിലായി. മോനെ, ഒരു കാര്യം ചോദിച്ചിട്ട് ഒന്നുമില്ല ഒരു ആത്മകഥ പറഞ്ഞു പോയതാ. ഒരു കാര്യം പറയട്ടെ, വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് പോയ മോന്റെ അപ്പനെ കണ്ടാൽ മോൻ എങ്ങനെ പ്രതികരിക്കും? ആ നിമിഷം അക്കളവനെ ഞാൻ പൊട്ടിക്കും. അയ്യോ. ആ മുമ്പിൽ എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് അയാൾ സൂഹിക്കാൻ പോയേക്കാണ്. എന്റെ കൺമുമ്പിൽ കാണട്ടെ. പൊട്ടിക്കൊന്നു. പ്രായമുള്ള ആളാണ്. ചൂടാവണം. പ്രായമല്ല, കൊല്ലും.
വിട്, വിട്, വിട്. ഇത് ചൂടാവണത്തിനാണ്. വിഷയം കൂളായി കൂളായി വിഷയം ഉണ്ടാക്കാൻ ഒരു പഴം കൂടി ഞാൻ നിന്നു. ഓക്കെ ഓക്കെ കൂളായി ഓക്കെ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നും ഓക്കെ ഓക്കെ സോറി കേട്ടോ മറ്റൊന്നും വിചാരിക്കരുത് ഞാൻ പഴം നിന്നെ എഫക്റ്റിലേ എന്തിനാ അല്ല ഞാനിങ്ങനെ ചൂടാവുമ്പോഴേ എന്നെ ആരെങ്കിലും സമാധാനിപ്പിക്കാറുണ്ട് അപ്പൊ ഞാൻ സന്തോഷത്തോടെ അവർക്ക് ഒരു ചെറിയ ടിപ്പ് കൊടുക്കും അതാണ്. നീ ടിപ്പ് തരാൻ ഞാൻ ആരാ? പിച്ചക്കാരനാ ഞാൻ? പിച്ചക്കാരനാണോ ഞാൻ? എടാ നിന്റെ അപ്പനെ ഇവിടെ കൊടുക്കണത് എന്റെ അപ്പനെ വെറുതെ എന്റെ അപ്പനെ പറഞ്ഞാലല്ല എന്താ പറഞ്ഞ? എന്താണോ കിളവനാണെന്ന് ഞാൻ നോക്കൂല പുറംകാലം മടക്കി ഒരു അടിയ നല്ല അപ്പം പോയി കിടക്കും. കളരിയാണ് കളരി. താൻ കളരിയാണ് ഞാൻ കുംഫുവാണോ കുംഫു. ഒരു മിനിറ്റ് മഴ ചാടുന്നുണ്ട് പിന്നെ സംസാരിക്കാം. കുംഫു എന്ന് പറഞ്ഞപ്പോ തുപ്പിൽ നിർത്തുക എന്റെ അടുത്ത് കളിക്കാൻ പാടാ കാർന്നോരാൻ നോക്കൂല താൻ ഞാൻ നോക്കൂല പൊട്ടിക്കോന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. വേണ്ട വേണ്ട പൊട്ടിക്കണ്ട വയസ്സായ ആളാണ്. നിർത്ത്. നിങ്ങൾക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലായോ? എടോ നിങ്ങളുടെ നാട് വിട്ടുപോയ അപ്പനായത്. ഇത് നിങ്ങളുടെ മോനാ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ശശി. ശശി തോന്നുന്നില്ല. അതെന്താ അങ്ങനെ വെച്ച്? അല്ല മലയാള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഇരിക്കുന്ന പഴയ മലയാള സിനിമയുടെ അച്ഛനെ മോനെ തട്ടുകടയിൽ വെച്ച് കണ്ടു. എടോ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പോയില്ലേ പരമു നിങ്ങളുടെ അച്ഛൻ? ദേ ഇയാളാണ് നിങ്ങളുടെ അച്ഛൻ. മനസ്സിലായ? നിങ്ങളുടെ മോനാണിത് അപ്പൂട്ടി. മനസ്സിലായില്ല? പരമച്ച പരമച്ച പൊട്ടിക്കോളോ തന്നെ കണ്ട അയ്യോ എടുക്കരുത്. ഇത് കുപ്പിയല്ലേ? ഇതാണ് പൊട്ടിക്കോന്ന് പറഞ്ഞത്. പൊട്ടിക്കുന്നാണോ പറഞ്ഞത്? വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാല് ആ സന്തോഷത്തിൽ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുനടന്ന കുപ്പിയാണിത്. ആണല്ലേ? അച്ഛാ തിന്നു മോനെ തിന്ന്. 35 വർഷം കണ്ടിട്ട് നമുക്കൊരു ചെറുതടിക്കാം. അടിക്കാം. എനിക്ക് അമ്മയുടെ കുറച്ച് ഗുണവധികാരങ്ങൾ പറയാനുണ്ട്. കേക്കണോടാ അവളുടെ കേക്കണം. ആ തള്ളയിടല്ല എനിക്ക് സ്വത്താന്നിട്ടില്ല അതറിയാമോ? അച്ഛനും മോനും ഒന്നിച്ച്. ചേട്ടാ ഹലോ 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 ഒരു ചായ. ആയിക്കോട്ടെ. വേറെന്തെങ്കിലും വേണോ? കുറച്ച് മനസ്സമാധാനം വേണം. ഇതാണ് പ്രശ്നം. ഈ കടയിൽ വരുന്ന എല്ലാരും പോയിക്കൊണ്ട് മനസ്സമാനം വേണം മനസ്സമാനം വേണം. ഇത് കേട്ട് എന്റെ മനസ്സമാനം പോയി. നിങ്ങളെ മനസ്സമാധാനം ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. എന്ത് പറ്റി? അയ്യോ ഒന്നും പറയണ്ട. മനസ്സമാനം ഇല്ലേ? ചായ. ഇതാരാ? എന്റെ മോള്. മോളാണോ? അതെ അതെ അതെ. കല്യാണം കഴിഞ്ഞാണോ കൊച്ചിന്റെ? കല്യാണം കഴിഞ്ഞിട്ട് അവള് പഠിക്കുകയാണെന്നേ. ദൈവമേ നല്ല തങ്കപ്പെട്ട കൊച്ച്, സുന്ദരി കൊച്ച്. അയ്യോ അതെ ഈ കൊച്ചിന് പറ്റിയ ഒരാള് എന്റെ കയ്യിലുണ്ട്. തെറ്റ് പറ്റിയ ആളാണോ? അല്ല ഈ കൊച്ചിന് പറ്റിയ ഒരു ചെക്കൻ എന്റെ കയ്യിലുണ്ട്. പറ്റിയ ചെക്കനുണ്ടോ? വേറെ കാര്യമല്ല എന്റെ മോൻ. ആഹാ അത് കൊള്ളാലോ. 30-35 വയസ്സായി അവൻ ഇതുവരെ പെണ്ണിനെ കിട്ടിയിട്ടില്ല. പിന്നെ പറയുമ്പോ എല്ലാം പറയണം. എന്നെ എന്റെ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് എന്റെ കെട്ടിയോ വർഷങ്ങൾക്ക് മുന്നേ നാട് വിട്ടു പോയതാ. പിന്നെ ഞാൻ എന്റെ പൊന്നിനെ പോലെ വളർത്തിയ കൊച്ചാണ്. അവനാണെങ്കിൽ ഓരോ പെണ്ണുങ്ങളെ കാണിക്കും. എനിക്ക് അവളെയൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ അന്തസ്സിന് പറ്റിയ പെണ്ണെ വേണ്ട വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാനായിട്ട്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനെ കെട്ടിയാ മതിയെന്ന്. പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാനുമായിട്ട് വഴക്കിട്ട് അവൻ ഇന്നലെ നാട് വിട്ടു പോയി. അപ്പൊ എന്തെങ്കിലും അവൻ തിരിച്ചു വരുമല്ലോ. അതെ. അപ്പൊ എനിക്ക് ഈ അല്ല മകളെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മകന്റെ പേരെന്താന്നാ പറഞ്ഞത്? അപ്പൂട്ടി. അപ്പൂട്ടി. ആ അപ്പൂട്ടിയാണ് ഈ അപ്പൂട്ടിയാന്നൊന്ന് നോക്കണേ. എവിടെ? വരുന്നുണ്ട് അപ്പൂട്ടി. എടാ അപ്പൂട്ടി. അടുത്തോരെഴുത് എന്റെ സമാധാനം കളയാൻ വേണ്ടിയാണ് തള്ള നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. പോരുത്. നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ എന്റെ പെണ്ണ് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിക്കോളാം. എടാ അമ്മ ഒരു കാര്യം പറയട്ടെ. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താണ്? അമ്മ നിനക്ക് വേണ്ടിട്ട് ഒരു പെണ്ണെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇല്ല ഇനി അമ്മ കാണിക്കുന്ന പെണ്ണിനെ ഞാൻ കെട്ടൂല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെണ്ണിനെ. അത് ഞാൻ കെട്ടിക്കോളാം. ഏത് പെണ്ണ്? 3 വർഷമായിട്ട് ഞങ്ങൾ സ്നേഹത്തിലാണ്. 3 വർഷമായിട്ടാ? ഏതാണ് അവള്? ഞാനാ? ഇരിക്കട്ടെ. എന്റെ പൊന്നമ്മേ 3 വർഷം പോലും 3 മിനിറ്റ് പോലും ആയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ട്. ഈ പെൺകൊച്ചിനെയാണോ? എടാ ഞാൻ ഈ കൊച്ചിനെ തന്നെയാടാ കണ്ടുവെച്ചത് നിനക്ക് വേണ്ടിട്ട്. പിന്നെ സത്യം. എന്റെ അമ്മക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കണത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അമ്മേ ഇനി വാ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോകാൻ തരട്ടെ? ഈ സന്തോഷ നിമിഷത്തിൽ അമ്മക്ക് ഞാനൊരു ഗിഫ്റ്റ് അങ്ങ് തരട്ടെ. എന്തായാലും ഞാനിപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഞാൻ സെറ്റിൽ ആവുമ്പോഴാണ് എന്റെ അമ്മ ധരിച്ചാവല്ല. എന്റെ അമ്മക്കൊരു കൂട്ട് വേണ്ടേ?
ഒരു കൂട്ടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓടവിടുന്ന്. നിന്റെ അച്ഛൻ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായെന്നറിയോ? ഇതുവരെ അയാളല്ലാതെ വേറൊരാളുടെ മുഖം ഈ മനസ്സിലോട്ട് കേറിയിട്ടില്ല. പിന്നെ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. വിളിക്കട്ടെ? കിളവി കൊള്ളാലോ. അമ്മേ വന്നോടാ. നിങ്ങൾ നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പേ ഇയാൾ എന്റെ തലയൊക്കെ എറിയതാ. വീണ്ടും തിരിച്ചു വന്നിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇയാൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഞാൻ നിൽക്കൂല. എനിക്ക് ഇയാളെ വേണ്ട. പോടാ അവിടുന്ന്. അല്ല അമ്മേ, ഞാൻ പറയട്ടെ. ഇയാളെ കളഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് വരാൻ. അല്ല കരഞ്ഞു പറഞ്ഞു. അമ്മേ, ഞാൻ പറയണേ. പോടാ അവിടുന്ന്. ഇവിടുള്ള നാട്ടില് ഞാൻ നിൽക്കൂല, ഞാൻ പുറപ്പെട്ടാണ്. ഞാൻ പോകണ്ട. അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കല്ലേ അച്ഛാ. അച്ഛൻ പോലെ നമുക്ക് എങ്ങനെങ്കിലും പോട്ടെ രണ്ടെണ്ണം. പിന്നെ എനിക്കെന്താ കാര്യം നോക്കിയാ പോലെ. പിന്നല്ലാണ്ട്. അപ്പേ അപ്പൊ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം? എന്ത് കാര്യം? അല്ല, കല്യാണ കാര്യമേ. അതല്ലേ, അതവിടെ നിൽക്കട്ടെ. ആദ്യം നീ നിന്റെ അച്ഛനെയും അമ്മനെയും ഒരുമിപ്പിക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആലോചിക്കാം. എന്തേ? അപ്പൊ എന്റെ കല്യാണം ഈ ജന്മത്ത് നടക്കൂല. എന്റെ ജീവിതം ഈ പഴക്കിടക്ക് വെറുതെ നിന്നുകൊള്ളേട്ടാ. അതത്രേ ഉള്ളൂ. നിങ്ങളെ അച്ഛൻ എന്തോരം പഴം ഇവിടുന്ന് തിന്നുകൂട്ടിയത്. മൊത്തം പഴം. പെണ്ണെ കൊറക്കത്തില്ല മുടി പെണ്ണെ. പിന്നെ നീയേ സാറൂരും പറഞ്ഞ ഞങ്ങൾ ബൈക്കിൽ വീട് ഇപ്പൊ വരുമോ അടുത്ത പിന്നീട് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം, കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി. ഗുഡ് മോർണിംഗ് സാർ. എന്റെ കൈ ക്ലാസ് ബഹളം വെക്കുന്നു. സാറേ ഇവനെ കയ്യിൽ അടിക്കല്ലേ, നിക്കർ കൂടെ പെടുക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞ അടിക്കല്ലേ. അതെ മാഷിനെ റീന ടീച്ചറുമായിട്ട് എന്താണെന്ന് ഉമ്മാര് പറഞ്ഞു നടക്കണം. റീന ടീച്ചറിന്റെ ഭർത്താവും പറയുന്നുണ്ട്. അത് അയാൾക്ക് എന്നോട് ഭയങ്കര അസൂയ. അതാ പ്രശ്നം സാറേ. ഇവിടെ പക്ഷേ ഈ പ്രശ്നത്തിൽ നിന്നും മാറാൻ വേണ്ടി ഞാനൊരു അവസരം വേണമെങ്കിൽ തരാം. എന്തുവാ ഇവിടെ സ്കിറ്റ് കളിക്കുകയാണെങ്കിലേ ഈ നാണക്കേടൊക്കെ ചിലപ്പോ ഒന്ന് മാറി വരും. അതേ ഇവിടെ വന്നിട്ട് മാഷ് കളിച്ചാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതല്ലേ ഞാൻ മാഷ് കളിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ മുൻപ് മാഷിന്റെ കൂടെ വേറെ ആള് വേണം. ആരെങ്കിലും ഉണ്ടോ? ഉണ്ണിക്കുട്ടാ, കുഞ്ഞാന്റെ മക്കളെ വലിയ പിള്ളേരായി പോയല്ലേ. വലിയ പിള്ളേരാ. ഹായ് കുഞ്ഞാച്ചേ. സാറിന്റെ സ്വന്തം മക്കളാണ്. ഉണ്ണിക്കുട്ടാ, സാറിന്റെ പേരക്കുട്ടികള്. പേരക്കുട്ടികൾ ശരിക്കും? അതെ, എന്റെ മോളുടെ മക്കളാ. അടിപൊളി അടിപൊളി. അത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾ റെഡിയാണോ സ്കിറ്റ് കളിക്കാൻ? ബാറ്ററിയിൽ ചാർജ് കയറ്റാൻ റെഡിയാണോ? എന്നാ നമുക്ക് ആദ്യം ബാറ്ററി നമുക്ക് ചാർജ് ആക്കി എടുക്കാം. ബാറ്ററി ഇനി സ്കിറ്റ് അങ്ങോട്ടേക്ക് ഉഷാറായിട്ട് കളിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അറിയാലോ, ചാർജ് കയറുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പൈസ നേടുള്ളൂ. ചാർജ് കയറണമെങ്കിൽ ഞങ്ങൾ എല്ലാരും ചിരിക്കണം. ഞങ്ങൾ ഫുൾ ആക്കിയിട്ടേ പോകുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, എന്റെ എല്ലാരും പട്ടിയെ ഇങ്ങനാളെ കാണാ പറഞ്ഞേ. അത് കടിക്കോടി? അതറിയല്ലേ അങ്ങോട്ട് വിളിക്കുന്നത്. എടി, നിന്റെ മാമൻ ഗൾഫിൽ വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേടി? ആര് പറഞ്ഞു നിനക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന്? നിനക്ക് ഞാൻ മുട്ടയെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിഞ്ഞേ ഉള്ളൂ. നീ കഴിച്ചോ? നീ കഴിച്ചോ, പക്ഷെ പകുതി മതി. പകുതി തരാൻ പറ്റിയിട്ട് നീ എന്തിനാ മൊത്തം വായിലിട്ടെ? പകുതി ആയില്ല, പകുതി ആവട്ടെ തരാം. കുഞ്ഞാറ്റെ, എങ്ങനെ ഉണ്ടടി എന്റെ ഫോൺ? ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരില്ലെന്നല്ലേ സാറ് പറഞ്ഞിട്ടുള്ളത്? അതിനെ എന്റെ ഫോണല്ല, സാറിന്റെ ഫോണാ. സാറിന്റെ ഫോണാണ്. അമ്പർ ജിഞ്ചിഞ്ഞാക്കടി. വാട്സാപ്പ് നോക്കിക്കേ. പൊന്നു പൊന്നമ്മ ടീച്ചർ നോക്കിക്കേടി. ചന്തി ചന്തി നേടാ പൊട്ട. ശാന്തി ശാന്തമ്മ ടീച്ചർ. ആദ്യം നീ എന്റെ ചന്തിയെന്ന് വിട്. അടുത്ത ശല്യം. ടീച്ചർ. അത് ടീച്ചറല്ല, സാറിന്റെ ഭാര്യയുടെ ടൈപ്പ് വെച്ചിരിക്കുന്ന ശല്യം. സൈലൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്തൊരു ഒച്ചപ്പാടും ബഹളമാണ് ഇവിടെ. ഷാപ്പിലിരുന്നാ കേക്കാവല്ലോ. ഷാപ്പിലോ? അല്ല സ്റ്റോപ്പില്. സാർ നല്ല ഫോൺ കൊണ്ടുപോയില്ലേ?
അറിയില്ലല്ലേ? എന്നാ പറയാനാ, ഫോണാന്നും പറഞ്ഞ് സ്റ്റാഫ് റൂമിൽ ഇരുന്ന കാൽക്കുലേറ്റർ എടുത്തോണ്ടാ ഞാൻ ഇതിപ്പോ ആരുടെ കാൽക്കുലേറ്ററാ? സാറിന്റെ ഫോൺ. ആ ഫോണാണോ? ഇതിൽ കിട്ടിയല്ലോ, ഭാഗ്യം. പരിപാടി തുടങ്ങിയാലോ സാറേ? പരിപാടി തുടങ്ങാവുന്ന എന്നാ പരിപാടി? പഠിപ്പിച്ച് തുടങ്ങിയാലോ? എടാ, എന്ത് തുടങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാ വന്നേ. ആ, അത് പോരാ, ഇവിടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കാം. ആ. 3, 4 അഖിലാണ്ടമണ്ഡലമണിച്ചൊരുക്കി ഈശ്വര പ്രാർത്ഥന പാടാൻ പറയുമ്പോ സിനിമാ പാട്ട് പാടുന്നു. ഇപ്പൊ മലയാളം ക്ലാസ് മാറി മാർഗംകളി ക്ലാസ് ആയ. ഇരിക്കണേ അവിടെ. നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ ഇരിക്കാൻ? എന്നാ നമുക്കിനി ക്ലാസ് തുടച്ചാലോ? ടവൽ അതെന്തിനാ? ക്ലാസ് തുടങ്ങണ്ടേ? ക്ലാസ് തുടക്കാമെന്നല്ല പറഞ്ഞേ, ക്ലാസ് തുടങ്ങാമെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെയൊക്കെ പരീക്ഷാ പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ 50ൽ 8. അപ്പൊ ബാലൻസോ? ബാലൻസ് എത്രയാ? 42. കറക്റ്റ് ആണേ. ഇനി എന്നോട് ചോദിച്ചോണ്ട് വന്നേക്കരുത് കേട്ടോ. സൂപ്പർ സാറ്. ഉണ്ണിക്കുട്ടൻ സാറേ സൂക്ഷിക്കണേ, ഹാൻഡിൽ വിത്ത് കയർ. അതെന്താ സാറേ? മുട്ടയാ, താഴെ വീണ് പൊട്ടിയാലോ. മുട്ട കിട്ടാൻ വഴിയില്ലല്ലോ. എടാ, പഠിപ്പിക്കുന്ന സമയത്ത് നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചായിരുന്നെങ്കിലേ ഇങ്ങനെ തോറ്റു പോകത്തില്ലായിരുന്നു. അതിനാര് തോറ്റ്? ഒരു 5ന് കുറവും കൂടെ ഉള്ളൂ. അതെങ്ങനെ? നിനക്ക് പൂജ്യമല്ലേ? ആ പൂജ്യത്തിന്റെ ഇപ്പുറത്തൊരു 5 കൂടി 50 സാറേ, സാറിന് എന്റെ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നേ. നിന്റെ കയ്യക്ഷരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് എഴുതി. അത് സാറിന് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. മാഷാവണ്ടായിരുന്നു. അടുത്ത നമുക്ക് ഇനി കുറച്ച് GK ചോദ്യങ്ങൾ ചോദിക്കാം. എന്തിനാ സാറേ ചീക്കൽ ചോദ്യം ചോദിക്കുന്നേ? നല്ല ചോദ്യം ചോദിച്ചാ പോരെ? എടാ, ചീക്കൽ ചോദ്യമല്ല, GK ജനറൽ നോളേജ്. ഓ, ജനറൽ നോളേജ്. ആ. സാറിനില്ലാത്തതും എനിക്കുള്ളതും. ഫാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനാ സാറേ ഫാസ്റ്റ് ആയിട്ട് ചോദിക്കുന്നേ? പയ്യെ ചോദിച്ചാ പോരെ? ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ലല്ലേടാ. എടി, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്ന സ്ഥലമേത്? ലേഡീസ് ബ്യൂട്ടി പാർലർ. വളരെ കറക്റ്റ്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഉത്തരം? അമ്മവഴി കണ്ടുപിടിച്ചു. ഇരിക്കവിടെ. ഷാജഹാൻ ചക്രവർത്തി ഭാര്യ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത് എന്തിനാ? എന്തിനാ? നിനക്കറിയാവോ? ഈ ആവശ്യമില്ലാത്തതൊക്കെ പാഠപുസ്തകത്തിൽ എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ട്. അതെ, നെപ്പോളിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ്റെ അലമാരയിൽ ഇരിപ്പുണ്ടല്ലോ. എന്നത്? കട്ടൻ ചായ പോലിരിക്കുന്ന സാധനമല്ലേ നെപ്പോളിയൻ? എടി എടി എടി, നീയൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിക്കുന്ന കണ്ടിട്ട് എനിക്കങ്ങ് മരിച്ചാലും മതി. മനസ്സിലായില്ലേ? സാർ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അതെ, അടുത്ത ചോദ്യം. നമുക്ക് അടുത്ത കുറച്ച് കണക്ക് പഠിക്കാവേ. ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ 18 ഓറഞ്ച് ഉണ്ട്. എവിടെ കയറി പോണ്? എനിക്ക് ഓറഞ്ച് വഴി ഇഷ്ടാ. അതില് 10 നീ ആലീസിന് കൊടുത്തു. 5 നീ സംഗീതയ്ക്ക് കൊടുത്തു. കൊടുക്കൂല. എന്താ കൊടുക്കലാത്തെ? ഞാനും ആൾ തമ്മിൽ ചേർത്തില്ല. അതല്ല, നീ കൊടുത്തു. എങ്കിൽ കൊടുത്തു. 3 നീ സലോണിക്കും കൊടുത്താൽ നിനക്ക് എന്ത് കിട്ടും? 3 ഗേൾഫ്രണ്ട്സിനെ കിട്ടും. 3 ഗേൾഫ്രണ്ട്സിനെ കിട്ടും. പോരായില്ല അവിടെ നിന്നേ, സമയമായില്ലല്ലോ. ഞാനേ പ്യൂണ് കുട്ടപ്പനെ വിളിച്ചെന്ന് ചോദിക്കട്ടെ. ഹലോ കുട്ടപ്പ, എന്താ നേരത്തെ ബെല്ലടിച്ചേ? ഞാൻ പറഞ്ഞു. എപ്പം? ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെന്നേ, ഞാനൊരു മെസ്സേജ് വായിച്ചിട്ടില്ല. നേരത്തെ ബെല്ലടിക്കൊണ്ട് ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചു. അപ്പൊ നീയാണ് എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് വിട്ടെ. പാടാ ഇവിടെ. എന്താടേ? നാളെ നീ അപ്പനെ വിളിച്ചോണ്ട് ക്ലാസ് കയറിയാ മതി. എന്താടാ? സോറി
മോനെ മാഷ് അറിയാണ്ട് പറഞ്ഞ ക്ഷമിക്ക്. സാറേ അച്ഛനെ വിളിച്ചോണ്ട് വന്നാ മതിയോ? ഏ? എനിക്ക് അപ്പനില്ല, അച്ഛനേ ഉള്ളൂ. അച്ഛനായാലും എപ്പോഴായാലും വേണ്ടതല്ല. നാളെ വിളിച്ചോണ്ട് കണ്ട് നീ ക്ലാസ് കയറിയാ മതി. അതൊരു നാളെ സാർ സ്കൂളിൽ ഉണ്ടെങ്കിലേ അതിന് എനിക്കെന്നാ പറ്റാനാ? സാറിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്തിന്? സാറിന്റെ വാട്സാപ്പ് ചാറ്റ് മൊത്തം ഞാൻ സാറിന്റെ ഭാര്യ കേട്ടു. സാറേ സന്തോഷ വാർത്ത, ദേ സാറിന്റെ ഭാര്യ വിളിക്കുന്നു. അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. അതെ, മാഷും പിള്ളേരെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. Thank you, thank you. ഓ താങ്ക് യു താങ്ക് യു. ശരിക്കുള്ള പേര് എന്നാ മക്കളെ? ശ്രേയ, ആ ശ്രേയ, കാവ്യോ. സാവിയോ. വീട്ടിൽ വിളിക്കുന്നതാണ് കുഞ്ഞാറ്റെ ഉണ്ണിക്കുട്ടനും. നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം. കുഞ്ഞാറ്റയുടെ ഒരു കാര്യം എന്തറിയോ, ഈ സ്കിറ്റിൽ ഇത്രയും പെർഫോം ചെയ്തിട്ട് ഒരിടത്ത് ഒരു ടങ് സ്ലിപ്പ് വന്നിട്ടില്ല. ഇല്ല, ഭയങ്കര ക്ലിയർ ആയിട്ടാണ് ഡയലോഗ് പറയണേ. ഈ സ്കിറ്റിൽ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എല്ലാം പഞ്ചസും കുഞ്ഞാറ്റയാണ് പറഞ്ഞത്. എല്ലാം ബാറ്ററി ചാർജ് ആയത് കുഞ്ഞാറ്റയുടെ വാക്കുകളാണ്. താങ്ക് യു. അതുപോലെ സാവിയുടെ മോഡുലേഷനും കുറെ സ്ഥലങ്ങളിലും ഭയങ്കര രസമായിരുന്നു അല്ലേ? സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഇല്ലെങ്കിൽ അച്ഛനും മക്കളും. ഇത് പേരക്കുട്ടികളായിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വീട്ടില് വൈഫ് എന്ത് ചെയ്യാം? വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ ഞാനൊരു 42 വർഷമായിട്ടേ ഞാൻ മാർഗംകളി മാസ്റ്ററാണ്. അപ്പൊ നമ്മള് 2-3 സിനിമയ്ക്ക് മാർഗംകളി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ആദ്യം ചെയ്ത മോഹൻലാലിന്റെ ലാലേട്ടൻ ചതുരംഗ വന്ന സിനിമയില്, പിന്നെ ചെയ്ത കട്ടപ്പന ഹൃത്തിക് റോഷൻ കണ്ടില്ലേ കർപ്പൂരം, അത് ഞാൻ കമ്പോസ് ചെയ്ത. അടിപൊളി. പിന്നെ നമ്മള് ഇട്ടിമാണയില് ലാലേട്ടന് പഠിപ്പിച്ചു കൊടുത്ത ഞാനാ. അടിപൊളി. ഇത്രയൊക്കെ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഉള്ളപ്പോൾ വേറൊരു അവസരം കൂടെ ഞാൻ തരട്ടെ. ഇതുപോലെ തന്നെ വേറൊരു സ്റ്റേജിൽ പോയി പറയാൻ പറ്റും. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലും ഞാൻ കളിച്ചിരുന്നു മാർഗംകളി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരവസരം ഞങ്ങൾ തരാൻ പോവാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ദേ നമ്മുടെ ഗസ്റ്റുകൾക്കും കാണാൻ ആഗ്രഹമുണ്ട്. 2 സ്റ്റെപ്പ്. ശരി, ബാ മക്കളെ, നമുക്ക് ഇവിടെ നിന്ന് കാണാം. പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പൂ കൊണ്ടിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും അങ്ങനെ നമ്മളെല്ലാ പോസിറ്റിവിറ്റിയും നമ്മൾ എനർജി ഒക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബാറ്ററിനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാർജ് ആവാൻ വേണ്ടി. ഇന്നത്തെ നമുക്ക് പെർഫോമൻസിന് എത്ര കിട്ടിയെന്നുള്ളത് നോക്കാം. അതെ, അങ്ങോട്ടാണേ മോളെ. നോക്കിക്കോ, ബാറ്ററി ഇപ്പൊ വരും. എത്രയാടാ? എത്രയാ? അടിപൊളി. സന്തോഷായില്ലേ? അപ്പൊ അപ്പൂപ്പനും പിള്ളേരും ഒക്കെ നല്ല അടിച്ച് പൊളിക്കാൻ 20,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ദേ ഇത്രയും നേരം താങ്ക് യു പറഞ്ഞതേ ആ ചേച്ചിയെ പൈസ ഇട്ട് തരാൻ പോന്നിട്ടോ. കൊള്ളാം. എന്തായാലും ഇനി നിങ്ങളുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം. ഉഷാറായിട്ട് പോണം. തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡ് കൊടുക്കാം. താങ്ക് യു. ഒന്നും അറിയാൻ വെൽക്കം ബാക്ക്. ക്യാരക്ടർ എന്താ? ഇന്നൊരു റാപ്പ് സിംഗറാണ്. Oh yeah, so it's gonna be a blend of music with skits. All the very best. Thank you. All the very best. I know. Battery charge ആകട്ടെ.
Yeah, let's do this. Come on, let's do. And yo. Music ഒന്നുമില്ലേ? അയ്യോ മക്കളെ വാ, അയ്യോ All the best. വാ, 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 വയ്യാത്ത കൊച്ചാണെ ഒന്നും പറയല്ലേ. വാ, വാ. നിങ്ങളിപ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തേന്ന്. എന്നാ നിങ്ങക്ക് തെറ്റി. നമ്മുടെ പ്രിൻസിപ്പാൾ എന്താ പറഞ്ഞേക്കണെന്നറിയാവോ? കവിത ടീച്ചറെ എല്ലാ കാര്യത്തിനും കവിത ടീച്ചർ ഓടി നടക്കണം, എല്ലാ കാര്യത്തിലും കവിത ടീച്ചറുടെ കൈയെത്തണം. പ്രിൻസിപ്പാളെ, ഞാൻ എല്ലാ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിന്റെ ജോലിയും കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ഒന്നും നോക്കണ്ട, ബാറ്ററി പൊട്ടിച്ചോ. ഇന്നിച്ചിരി സുന്ദരി ആയിട്ടുണ്ട്. ചുമ്മാതെ ഇല്ലെങ്കിൽ ബാറ്ററി ചാർജ് ആവൂല. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളെ ഇന്ന് കാത്തിരുന്ന പോലെ നമ്മളുടെ ആനുവൽ ഡേ ആണ്. നമ്മുടെ ആനുവൽ ഡേ ഫംഗ്ഷനിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യാം നമ്മുടെ കേരളത്തെ തരംഗം കൊള്ളിച്ച റാപ്പ് സിംഗർ. വെൽക്കം സർ. Hello guys, are you happy? Happy guys. കൊണ്ട് കളഞ്ഞു. എടി പഠിക്കണ സമയത്ത് എന്റെ പേര് ബിബീഷ്. ഓക്കെ അത് ഓക്കെ. ഇപ്പൊ മലയാള സിനിമയിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങൾ എന്റെ പേര് മാറ്റി. എന്താണ് ഇപ്പൊ ഞാൻ ചൂടൻ. അതെ അതെ അതെ. എടി ഞാൻ ഈ നാച്ചുറൽ വൈബ് അനുസരിച്ച് പാടുന്ന ആളാണ്. സംഗീതമാണ് എന്റെ ലഹരി. ആ ലഹരിയാണ് എന്റെ സംഗീതം. നിനക്കറിയാമോ? ശ്രുതിയാണ് എന്റെ പുക, താളമാണ് എന്റെ പുക, ലയമാണ് എന്റെ പുക. ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി? കട്ട കഞ്ചാവാന്ന് മനസ്സിലായി. ഇൻസൾട്ട് ചെയ്യാനാണെങ്കിലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നിന്നെ നിക്കറിന്റെ കഥ എനിക്ക് പറഞ്ഞാ പോരെ? അങ്ങനെ നിക്കറിന്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. സ്കൂളിൽ നിന്ന് 5 കിലോ അരി കൊടുക്കുന്ന സമയത്ത് ഒരു സഞ്ചി പോലും കയ്യില്ലാണ്ട് നീ അരി മേടിക്കാൻ വേണ്ടി വന്നു. അന്ന് എന്റെ നിക്കർ ഊരിട്ടാണ് നീ ആ 5 കിലോ അരി വീട്ടിലേക്ക് കൊണ്ടുപോയത്. തല്ലും കിട്ടി. എന്ത് കാര്യത്തിന്? തിരിച്ച നിക്കറിനകത്ത് അരി മേടിച്ച അരി വീട്ടിലെത്തും. തിരിച്ച നിക്കറാ? പിന്നെ നിന്റെ നിക്കറെല്ലാം കീറിയിട്ട് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ശരി, എന്റെ നിക്കറിന് കുറ്റം പറയുന്നോടെ മാറിപ്പോയിട്ടോ. ഇത്ര ആൾക്കാർ മുമ്പ് വെച്ചിട്ട് നിക്കറിന്റെ കാര്യം പറയാൻ മാറിപ്പോവല്ലേ? മാറിപ്പോയിന്നല്ല, നീ ആകെ മാറിപ്പോയെന്ന്. അത് നിന്റെ തോന്നലാണ്. എന്താടാ? എടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ എത്ര ആഗ്രഹങ്ങളാണ് ഞാൻ നടത്തി തന്നത്. നിനക്ക് അപ്പൂപ്പൻ താടിയെ പിടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാതായപ്പോൾ ഹെഡ് മാസ്റ്ററിന്റെ താടി ഞാൻ പറിച്ചു തന്നു. അത് പോട്ടെ, നിനക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കാണുന്ന ചക്രമാമ്പഴത്തിൽ ഞാൻ വലിഞ്ഞു കയറി മാങ്ങ പറിച്ചു തന്നു. ഈ തൂണിൽ നിന്റെ പേരെഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും വലിഞ്ഞു കയറി നിന്റെ പേര് ഞാൻ എഴുതി വെച്ചു. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി ഞാൻ വലിഞ്ഞു കയറി. എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നേ? ഇപ്പൊ ഞാൻ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ. അവിടെ നീ വലിഞ്ഞു കയറിയാണോ? പറഞ്ഞതല്ലേടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാരണം അറിയുമോ? ഞാൻ നിങ്ങൾ ഒരു റാപ്പ് ഗായകനാവാനുള്ള പ്രധാന കാരണം നീയാ. എടി, ഞാൻ ആദ്യമായിട്ട് നിന്റെ അടുത്ത് പ്രണയം തുറന്നു പറഞ്ഞ അപ്പൊ നീ എന്റെ മുഖത്ത് നോക്കി എന്താടി പറഞ്ഞത്? നിന്റെ പാട്ടിന് പാടാന്ന്. അന്ന് പാട്ടിന് പോയതാണ്. പാട്ടുകാരനായിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി പോയി. 8 കൊല്ലം ഞാൻ ചെമ്പയിലായിരുന്നു. ചെമ്പയിലായിരുന്നു. പിന്നെ എന്റെ പാട്ട് കണ്ടിട്ട് ഭാഗവതർക്ക് മനസ്സിലായി ഞാനൊരു പുണ്ണാക്ക് പഠിക്കലെന്ന്. അങ്ങനെ ഭാഗവതർ എന്നെ ചേമ്പിലേക്ക് അടിച്ച് പറഞ്ഞു വിട്ടു. പിന്നെ പോപ്പ് പാടി അവസാനം ഇവിടെ ഗായകനായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താടാ? അത് ഏതെങ്കിലും കൊച്ചിന്റെ അമ്മയാണ്. പ്രിൻസിപ്പാളാ? എന്റെ പൊന്നു തക്കളു മറിച്ച് പൊന്നോ, എന്ത് സുന്ദരിയടാ. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന എച്ചമ്മ ഉണ്ടായിരുന്നു. അത് എച്ചമ്മാണോ അച്ചാമ്മയാണോ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ എന്ത് സുന്ദരിയാണെന്ന്. അത് മറ്റേ ലീന പഠിക്കുന്ന പോലില്ലേ? അതാണ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ടിവിയിൽ കാണുമ്പോ അല്പം ഭംഗി കുറവാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോ അതിന് മെനക്കെടാം. എന്നെ ചപ്പിച്ച മോന്താണത്. അപ്പൊ ഞാനാ അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രിയമുള്ളവരെ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയ സിനിമയുണ്ട്, ചുട്ട കപ്പലടി എന്ന പാൻ ഇന്ത്യൻ സിനിമയില്. പിന്നെ കപ്പലടി ആരും നിലത്തിട്ട് പറക്കോ? എടി, അതിന് പറക്കാൻ പാൻ വേണം. അതെ, ചുട്ട കപ്പലടി എന്ന പാൻ ഇന്ത്യൻ സിനിമയിൽ ഞാൻ ആലപിച്ച ആ മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോവുകയാണ്. Are you ready, guys? Come on, guys. Tadalaka. Tadalaka. കടലക്ക വറുത്തത് ഫൈസലേ,
അതിൽ കുഴിവാരിയിട്ടത് മുജീബ്, ചട്ടിലിട്ട് വറുത്തു നജീബ്. കരിമീന്റെ മക്കളാ കരിമിന്റെ, കടലക്ക വറുത്തത് ഫസല്. അതിൽ കുഴിവാരിയിട്ടത് മുജീബ്, ചട്ടിലിട്ട് വറുത്തു നജീബ്. കരിമിന്റെ മക്കളാ കരിമിന്റെ, കപ്പലണ്ടി താനിലിട്ട് ഒരു തവിയെടുത്ത് ചറബറ പറ ചറബറ പറ ചറബറ ചറബറ പറ പറ. ഇതാണ് എന്റെ ചുട്ട കപ്പലണ്ടി. ചുട്ട കപ്പലല്ല, നല്ല ചുട്ട അടി വേണം. അല്ല, നല്ല പാട്ടാണ്. നിമിഷ റാപ്പ് കാണാം. എടാ, എന്നാലേ നമ്മുടെ പ്രിൻസിപ്പാളിനെ കുറിച്ചൊരു പാട്ട് പാട്. പ്രിൻസിപ്പാളിനെ ഇഷ്ടപ്പെട്ട വാരിയെറിയും. ആണോ? പ്രിൻസിപ്പാളെ പൊക്കിപ്പാട്. അങ്ങനെയാണെങ്കിൽ ആരോ റെഡി? പ്രിൻസി പ്രിൻസി പാൾ പാൾ എടപ്പാളല്ല പ്രിൻസിപ്പാൾ, പാൾ പാൾ എടപ്പാളല്ല പ്രിൻസിപ്പാൾ. നിന്നെ കാണാൻ എന്തൊരു മെന, നീ എന്റെ ഓമന, നീ ഏതും മനയില, നീ എന്നെ മനസ്സിലാ. ലവ് യു ലവ് യു ലവ് യു ലവ് യു ഐ ലവ് യു, ലവ് യു ലവ് യു ലവ് യു ലവ് യു ഐ ലവ് യു, ലവ് യു ഐ ലവ് യു പറ, ലവ് യു പറ, നീ പറ, നീ പറ, അല്ലെങ്കിൽ നിങ്ങൾ പറ, ലവ് യു പറ. നിർത്തടാ, ഇതെന്ത് സാധനോടാ? എന്റെ പാട്ടല്ലേ? അല്ല, നീ വലിച്ചു കയറ്റിങ്ങനെ എന്ത് സാധനം ഞാൻ പറഞ്ഞില്ല, ആളുകളെ കണ്ട് ഞാൻ പാട്ട് എഴുതും, അതെന്റെ ഒരു ശൈലിയാണ്. ആയിരിക്കുന്ന പുള്ളിയാറാ? അത് മാഷാ, കണക്കാ. കണക്കാണോ പുള്ളി? കൊള്ളു കണക്ക് മാഷാണോ? എങ്കിൽ ആ മാഷിനെ കുറിച്ച് ഞാൻ ഒരു റാപ്പ് പാടും. പുള്ളിയുടെ പേര് നോബി മാർക്കോസ്. നോബി മാർക്കോസ്, നോബി മാർക്കോസിന് വേണ്ടിയുള്ള എന്റെ റാപ്പ് സോങ്. ആർ യു റെഡി? നോബി മാമാ മാമാ മാർക്കോസ്, നോബി മാമാ മാമാ മാർക്കോസ്, രണ്ടും കൂടെ ചേർന്നാൽ നോബി മാർക്കോസ്. നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി. നോബി സാറ് കാസെടുത്താൽ പിള്ളേരുടെ കാര്യം ഗോപി, പിള്ളേരുടെ കാര്യം ഗോപി. നോബി മാർക്കോസ്. പൊന്നെ, എന്തൊക്കെ പാട്ടാടാ ഇത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യം പ്രിൻസിപ്പാളിനെ കുറിച്ച് പറയും. അപ്പൊ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുക്കുക, അതായത് പ്രിൻസി. നോബിനെ കുറിച്ച് പാടി. അപ്പൊ നോബിയുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുക്കുക, നോ 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 നോബി. അങ്ങനെ ഒരാളുടെ പേരിന്റെ തുടക്കത്തിൽ രണ്ടക്ഷരം കിട്ടിയാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും. അതെ, ഞാൻ ഇവിടുത്തെ PTA പ്രസിഡന്റിനെ കുറിച്ചൊരു പാട്ട് പാടിയല്ലോ. എന്താ പുള്ളിയുടെ പേര് അണ്ടിപ്പള്ളിക്കാവ് ശശി. അണ്ടിപ്പള്ളിക്കാവ് ഞാൻ പാടില്ല, ഞാൻ പാടില്ല. അവസാനമായിട്ട് നിന്നെ കുറിച്ച് ഒരു പാട്ട് പാടട്ടെ? അല്ല, ഞാൻ പാടും. കവിത കവിത കവിതയ്ക്കുണ്ടൊരു കഥ, അത് എന്ത് കഥ, അത് കഥന കഥ, അത് എന്ത് കഥ, അത് കഥന കഥ. പീട്ടി 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 മാഷ്, പീട്ടി 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 മാഷ്, പീട്ടി മാഷിനും കവിത ടീച്ചറും കഞ്ഞിപ്പുരേന്ന് പിടിച്ച കഥ. അതിപ്പോ ഞാൻ ഉണ്ടാക്കിയ കഥ. നീ ഇപ്പൊ എന്താണ് ഔട്ട് ചെയ്ത്? നീ അവസാനത്തെ പാട്ടാണെന്നാണോ പറഞ്ഞത്? ക്ലൈമാക്സ് അടിക്കുമ്പോ എപ്പോഴും ചവിട്ടി നിർത്തണം. അപ്പൊ നിനക്ക് തെറ്റി. എടി, ക്ലൈമാക്സ് ഒരിക്കലും ചവിട്ടി നിർത്തരുത്, ക്ലൈമാക്സ് എപ്പോഴും അടിച്ചു നിർത്തണം. അമ്മ, ആന്റി ക്ലൈമാക്സ്. കുറെ നല്ല പാട്ടുകൾ നമുക്ക് കിട്ടി. സ്വന്തമായിട്ട് ഇനി നോബി ചേട്ടൻ എവിടെ പോയാലും എൻട്രി മ്യൂസിക് കൊടുത്ത താങ്കൾക്ക് ഇരിക്കട്ടെ നല്ലൊരു കൈയടി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കോർപാക്ട് പെർഫോമൻസ്? നിമിഷ കവി എന്ന് പറയുന്നവര് നിമിഷ റാപ്പർ, അടിപൊളി പെർഫോമൻസ്. ശരി, ചേച്ചി തകർത്ത്. സാരി ഒന്നും ഒരു വിഷയമേ അല്ല. സാരി ഉടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് ഒതുങ്ങിപ്പോകും. ഇത് പാന്റ് ഇട്ടാലും സാരി ഇട്ടാലും അതേ എനർജി കേറുമ്പോ സാരി എല്ലാം സൂപ്പർ. ഐ ലവ് ദാറ്റ്. ആ ഒരു യുനോ നമ്മളുടെ ബോഡിയിൽ ഒരു കംഫർട്ട് ആയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്തിട്ടാലും നമ്മൾ നമ്മുടെ റോളിനെ പറ്റി മാത്രമേ വിചാരിക്കുള്ളൂ. ആൻഡ് കോമ്പറ്റീഷൻ അത് തകർത്ത്. നിങ്ങൾ രണ്ടുപേരും എനർജി വാസ് സൂപ്പർ. അടിപൊളി. സജീർ ഒന്നും പറയാലോ, നിങ്ങൾ രണ്ടും കൂടെ പൊളിക്കാൻ നമുക്കറിയാം. പോക്ക് സൂപ്പർ ആയിരുന്നു. ഒരു മുഴക്കമായിരുന്നു. അതിനിടയ്ക്ക് പാസ് ചെയ്യുമ്പോ ഒന്ന് തട്ടി അതിനുള്ള തിരിച്ച് ചവിട്ടി. അപ്പൊ പിന്നെ അത് ക്ലൈമാക്സ് ആയി. അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല.
ഇന്നത്തെ പെർഫോമൻസിൽ എത്ര ലഭിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. തിരിഞ്ഞോളിയാ. തിരിഞ്ഞേക്കണോ? 35,000 ആണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയിൽ നിന്നും കുറവാണ്, പക്ഷെ എന്നാലും നോട്ട് ബാഡ്. പക്ഷെ പ്രതീക്ഷിച്ചത് 50 ആയിരിക്കും. ഇല്ല, അത്ര പ്രതീക്ഷയില്ല. ഒരു 75. അവള് പ്രതീക്ഷയില്ല, നമുക്ക് കയറുമ്പോ മൊത്തം പറഞ്ഞോണ്ട് 50 കിട്ടണേ 50 കിട്ടണേ ആഗ്രഹം പറയാലോ. ഗുഡ് വൺ. എന്തായാലും 35,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്വേചേച്ചി അത് കൈയോടെ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കേ. കിട്ടിയിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് പൊളിക്കാം.